قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ റമദാനിന്റെ പുണ്യദിനരാത്രങ്ങളെ സജീവമാക്കാൻ ദർശന TV നിങ്ങൾക്കായി ഒരുക്കിയ അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ ആവേശകരമായ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നു. ജൂറിമാരെ നമുക്ക് പരിചയപ്പെടാം. ഹാഫിൽ ഖാരി സിദ്ദീഖ് അലി ബാഖവി ഫ്രം ചെന്നൈ. ഖുർആൻ 7 പാരായണ രീതിയിലും അവഗാഹം നേടിയ ഖാരി സുബൈർ അൻവരി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് പണ്ഡിതനായ കക്കാട് മുഹമ്മദ് ഫൈലിയാണ്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ഖലീൽ റഹ്മാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما
الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم آمنت بالله صدق الله العظيم السلام عليكم ورحمة الله അൽഹംദുലില്ലാഹ്. ഖലീലുർ റഹ്മാൻ നിങ്ങൾ വളരെ നന്നായിട്ട് ഓതി പാരായണം ചെയ്ത് മഖ്റജിൻ്റെ അത് നന്നായിട്ട് അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ആയുധ മീമ് അവിടെ സുക്കൂണുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കൽക്കല ഇല്ല. പിന്നെ ലറഅയ്തഹു അവിടെ വഖഫ് ചെയ്യുമ്പോൾ ലറഅയ്തഹ് ഹാൻ്റെ ശബ്ദം നന്നായിട്ട് വെളിവാക്കണം. അതുപോലെ തന്നെ തഫ്ഖീം തർക്കീഖ് അതിൻ്റെ കായിക കുറച്ചത് ശരിയാക്കണം. ലാദിൻ്റെ മഖ്റജ് അത് നന്നായിട്ട് ശരിയാക്കുക. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഹാൻ്റെ മഖ്റജ് ഹ അത് നന്നായിട്ട് വെളിവാക്കണം. പിന്നെ ഹുവല്ലാഹുല്ലദീ അത് ഓതട്ടെ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഓതിക്കാട്ടെ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അത് തെറ്റാണ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു ഹാൻ്റെ ശേഷം ഏതുകൊണ്ട് വാവുണ്ടല്ല, അപ്പോൾ കുറച്ച് മദ്ദുണ്ടാവും. ഇല്ലാഹു അങ്ങനെ ഇല്ല, ഇല്ലാഹു ഇല്ലാഹു രണ്ട് സ്ഥലങ്ങൾ അങ്ങനെ തന്നെ ഓതി രണ്ട് അത് ഇൻഷാ അല്ലാഹ് അത് ശരിയാക്കണം. അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ബാറക്കല്ലാഹു ഫി തിലാവത്തിക്കും വ ഖിറാഅത്തിക്കും. ഖലീലുർ റഹ്മാൻ, നിങ്ങളുടെ ഖിറാഅത്ത് വലിയ കുഴപ്പമില്ലാത്ത ശൈലിയും ശബ്ദവുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശബ്ദം എത്ര ഉഷാറാണെങ്കിലും ഖുർആൻ പാരായണത്തിന് ഒന്നാമതായിട്ട് വേണ്ടത് അതിൻ്റെ പാരായണ നിയമങ്ങളാണ്, ഖായിദയാണ്. അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹി എന്ന സ്ഥലത്തും അർ റഹ്മാൻ എന്ന സ്ഥലത്തും അസ്ലി മദ്ദാണ് നമ്മൾ കൊണ്ടുവരുന്നത് എങ്കിൽ ഒരേപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹി അത് പറ്റെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്, അസ്ലി മദ്ദെങ്കിലും കൊണ്ടുവരിക. അവിടെ റഹ്മാൻ എന്നുള്ളിടത്ത് അതിനെ അപേക്ഷിച്ച് കൂടിപ്പോയിട്ടുണ്ട്. അസ്ലി മദ് 2 ഹരക്കത്ത് എങ്കിലും ഉണ്ടായിരിക്കണം, ഒരലിഫ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട മദ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ
ഒരു ഖിറാഅത്തിൽ അത് സമമായിരിക്കണം. ഇനി അതുമല്ല, ഖിറാഅത്തിൻ്റെ ഇമാമുകൾ ആരും പറയാത്ത ഖദറിനേക്കാൾ ചുരുങ്ങുക എന്നുള്ളത്, അത് ഏത് മദ്ദാണെങ്കിലും അസ്ലി മദ് 2 ഹരക്കത്തിനേക്കാൾ ചുരുങ്ങുക, അതുപോലെ തന്നെ മറ്റുള്ള മദ്ദുകളൊക്കെ ഖിറാഅത്തിൻ്റെ ഇമാമുകൾ ആരും പറയാത്ത ഏറ്റവും ചുരുങ്ങിയ ഖദറിനേക്കാൾ ചുരുങ്ങിപ്പോവുക എന്നുള്ളതും ആരും പറയാത്ത ഖദറിനേക്കാൾ കൂടിപ്പോവുക എന്നുള്ളതും അത് രണ്ടും തെറ്റാണ്, ഹറാമാണ്. അത് രണ്ടും ഉണ്ടാവരുത്. അതെനിക്ക് പറ്റേ ചുരുങ്ങുന്നതെനിക്ക് തഫ്രീത്ത് എന്നും പറ്റേ കൂടുന്നതെനിക്ക് ഇഫ്രാത്ത് എന്നും പറയും. അത് രണ്ടും പാടില്ല, രണ്ടും തെറ്റാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹി എന്ന് നീട്ടുന്നതും അർ റഹ്മാൻ എന്ന് നീട്ടുന്നതും അസ്ലി മദ്ദാണെങ്കിൽ ഒരേപോലെ തന്നെ കൊണ്ടുവരിക. മുത്തസദ്ദിഅൻ എന്നുള്ള സ്ഥലത്ത് സ്വാദ് സീനും വാവും കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നത് പോലെ സ്വ അങ്ങനെ ആവരുത്. ത്വാഇനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്വാദും ചുണ്ടുമായിട്ട് ബന്ധപ്പെടരുത്. സ്വ അങ്ങനെയല്ല, സൈ അങ്ങനെയാണ് സ്വാദിനെ ഉച്ചരിക്കേണ്ടത്. അസ്സലാം, സീനിനിക്ക് സഫീറത്തുണ്ട്, അത് നല്ലോണം ഉണ്ടാവുക. അസ്സലാം സുക്കൂന് വരുമ്പോൾ, അതുപോലെ തന്നെ ശബ്ദ് വരുമ്പോഴൊക്കെ സീനിനിക്ക് ആ ശബ്ദം നല്ലോണം ഉണ്ടാവുക. യുശ്രിക്കൂൻ, അവിടെ തഫസ്സി, സീനിനിക്ക് തഫസ്സി ഉണ്ടാകുക. അൽ അസ്മാ ഉൽ ഹുസ്ന എന്നുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ അസ്ലി മദ്ദിനേക്കാൾ കൂടി പോയിട്ടുണ്ട്. അൽ അർദ് എന്നുള്ളിടത്ത് ലാദിന്മേൽ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇസ്തിത്വാലത്ത്, ആ ശബ്ദം മഖ്റജിലൊന്ന് നീളുക എന്നുള്ള സിഫത്ത് അതിനിക്കുണ്ട്. അൽ അർദ് ശബ്ദം ഒന്ന് നീളുക, ഇസ്തിത്വാലത്ത് എന്ന സിഫത്ത് അതിനിക്കുണ്ട്. അതും ശ്രദ്ധിക്കുക. എല്ലാ ഖായിദകളും ശ്രദ്ധിച്ച് ഖിറാഅത്തിനെ നന്നാക്കുവാൻ, സഹിഹായ ഖിറാഅത്താക്കുവാൻ, അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുവാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഖലീലുർ റഹ്മാൻ, മബ്രൂക്ക്. കുറച്ച് സമയം ഞങ്ങളെല്ലാവരെയും ഏതോ ഒരു വിദേശ അറബ് ലോക ഖുർആൻ പാരായണ സദസ്സിലേക്ക് കൊണ്ടുപോയി. ഇനി ഇവിടെ ജഡ്ജസ് പറഞ്ഞതുപോലെ തജ്വീദിൻ്റെ നിയമം കൂടി പരിരക്ഷിച്ചാൽ ഇൻഷാ അള്ളാഹ് രൂപമുണ്ട്, ഭാവമുണ്ട്, ശ്രുതിമധുരമായി തന്നെ ഓതാനും കഴിയും. ആ തജ്വീദും കൂടി പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയാൽ ഇൻഷാ അള്ളാഹ് ഇപ്പോഴ് ലോകതലത്തിൽ നടക്കുന്ന മുസാബഖത്തുൽ ഖുർആനിൽ കരീം, അറബ് ലോകം, ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട് ഈ സംവിധാനത്തിന്. എന്തിനാണത്? മികവുറ്റ ആളുകളെ ഈ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു താങ്ങാണ്. അതാണിവിടെ ദർശനയും പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രതാപം മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സിലും അവരുടെ വേദികളിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. അതിന് സാധിക്കണമെങ്കിൽ ഈ രംഗത്തുള്ളവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഖലീലുർ റഹ്മാനെ പോലെയുള്ള മിടുക്കന്മാർ, പ്രതിഭാശാലികൾ വളർന്നു വരണം എന്ന് നാം ആശിക്കുന്നു. നമുക്കെല്ലാം പരിശുദ്ധ ഖുർആനിന് അള്ളാഹു തൃപ്തിപ്പെട്ട വിധത്തിലുള്ള ഖിദ്മത്ത് നൽകുവാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവട്ടെ. ആമീൻ. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ അടുത്തതായി മുമ്പിലേക്ക് എത്തുന്നു മുഹമ്മദ് ഷബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان
والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم أيها الثقلان فبأي آلاء ربكما تكذبان يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فبأي آلاء ربكما تكذبان صدق الله العلي العظيم السلام عليكم ورحمة الله وبركاته അൽഹംദുലില്ലാ. മുഹമ്മദ് ഷബീർ, നിങ്ങൾ വളരെ നന്നായിട്ട് ഓതി. പക്ഷേ തജ്വീദിൻ്റെ തെറ്റ് കുറേ ഇവിടെ ഉണ്ടായി.
അതിനു വേണ്ടി തജ്വീദ് ഖായിദ ഉണ്ടല്ലോ. തജ്വീദ് ഖായിദ പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചുണ്ടല്ലോ. അല്ല തഫ്ഖീം തർക്കീഖ് അതറിയാമല്ലോ. അറിയാം. തഫ്ഖീം തർക്കീഖ് അതിൽ ശ്രദ്ധിക്കണം. കുറേ സ്ഥലങ്ങളിൽ അവിടെ തഫ്ഖീമുണ്ട്, സ്ഥലങ്ങളിൽ തർക്കീഖ് പഠിച്ച്. ബഹ്റൈൻ വൽ മർജാൻ അവിടെ റാണ്ട് വൽ ഫഖാർ ഇതുപോലെ സ്ഥലങ്ങളിൽ തഫ്ഖീമായിട്ട് റൗണ്ടില്ല അവിടെ തഫ്ഖീം പഠിക്കണമല്ലോ. പിന്നെ ഷീനിൻ്റെ തഫഷി സിഫത്തുണ്ട്, അത് നന്നായിട്ട് വെളിവാക്കണം. ഷീൻ കുറച്ച് നന്നായിട്ട് വെളിവാക്കണം. യാ മഅ്ശറൽ ജിൻ അതുപോലെ يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار ഇവിടെയാണ് അവിടെ تنفذوا തൻഫുദു അൻ അവിടെ എന്താണ് ഖായിദ? إخفاء ഇഖ്ഫ ഉണ്ട്. തൻഫുദുമേ إخفاء അവിടെ ഇഖ്ഫ. അവിടെ നന്നായിട്ട് ഇഖ്ഫ സെഞ്ച്. തൻഫുദു അവിടെ വാവുൻ്റെ ശബ്ദമുണ്ട്. തൻഫുദു വാവുണ്ട് അവിടെ ശബ്ദം അവിടെ ഉണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളുടെ ശബ്ദം ലഹണ് നന്നായിട്ടുണ്ട്. ഹദറിൻ്റെ എന്താ തരീഖ അത് ശരിയായിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു തആല നിനക്ക് നല്ല തറക്കി നൽകട്ടെ. ബാറക്കല്ലാഹു ഫീ തിലാവത്തിക്കും വ ഖിറാഅത്തിക്കും. അൽഹംദുലില്ലാ. ഷബീറിൻ്റെ ഖിറാത്ത് ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഖുർആൻ പാരായണം എന്നുള്ള നിലക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. വഖഫിൽ വരികയാണെങ്കിലും അതുപോലെ തന്നെ ഒരു കലിമത്തിൻ്റെ ഇടയിൽ വരികയാണെങ്കിലും ഒക്കെ അതിൻ്റെ തഫ്ഹീം റ എന്നുള്ള ഉച്ചാരണം അത് അറബി ഖുർആനിൽ അങ്ങനെയല്ല. റാൻ്റെ ഉച്ചാരണം ഒന്നുകിൽ റോ അതല്ലെങ്കിൽ തെർക്കീക്കായിട്ട് അതേ മഖർജിൽ നിന്ന് തന്നെ എന്നുള്ള ശബ്ദം, അതല്ലാതെ മലയാളത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നത് പോലെയുള്ള റ എന്നുള്ള ഉച്ചാരണം അത് അറബിയിൽ ഖുർആനിൽ കൊണ്ടുവരാതിരിക്കുക. അന്നാർ അതുപോലെ തന്നെ ഉൽ മർജാൻ കലിമത്തിൻ്റെ അടിയിൽ വരികയാണെങ്കിലും ഒക്കെ റായിൻ്റെ തഫ്ഹീം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുൽത്താൻ എന്ന് പറയുമ്പോൾ ആ ലാമിനിക്ക് ഒരു ഹർക്കത്ത് പോലെ അതല്ലെങ്കിൽ സുക്കൂനിന് തന്നെ ഒരു കൽക്കലത്ത് പോലെ ചെറുതായിട്ട് വന്നതായിട്ട് തോന്നി, അത് ശ്രദ്ധിക്കുക. വൽ ഇക്റാം എന്ന് പറയുമ്പോൾ ആ കാഫിനിക്ക് സുക്കൂന് അത് ശ്രദ്ധായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയ സിഫത്തുകളിലാണെങ്കിലും മഖ്റജുകളിലാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഖുർആൻ പാരായണം ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മുഹമ്മദ് ഷബീർ വളരെ മനോഹരമായി. കീറി മുറിച്ച പരിശോധനയൊന്നും ഞാൻ നടത്തുന്നില്ല, അതെല്ലാം അതിൻ്റെ സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ പറഞ്ഞു. അത്തരം നിർദ്ദേശങ്ങൾ പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഒരാസ്വാദകൻ എന്ന നിലയിൽ വളരെ സന്തോഷം തോന്നി. സ്വച്ഛന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ, ഒരു നദി പോലെ ശാന്തമായ ഒഴുക്ക്, കേട്ടിരിക്കാൻ ചന്തം. പരിശുദ്ധ റമദാനിലെ ഈ നല്ല നിമിഷങ്ങൾ പരിശുദ്ധ ഖുർആൻ ആസ്വദിക്കുവാൻ സ്വർഗീയമായ ഒരു വസന്തം സൃഷ്ടിച്ചു ഈ പരിപാടിയിലൂടെ ദർശന. എല്ലാ അർത്ഥത്തിലും അഭിനന്ദനം, പ്രോത്സാഹനം അർഹിക്കുന്നു. മോൻ്റെ പാരായണം എത്ര നേരവും ഒരേ ഒഴുക്കിൽ കേട്ടിരിക്കുക. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധ വചനം, പരിശുദ്ധ വേദം അർഹിക്കുന്ന ആദരവോടെ പാരായണം ചെയ്യാനും കേൾക്കാനും കേൾപ്പിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ ഇനി ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ അടുത്തതായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന കണ്ടസ്റ്റന്റ് ഷുഐബ് ബിൻ ഉമർ.
السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون فضلا من الله ونعمة والله عليم حكيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب
بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون صدق الله العظيم السلام عليكم ورحمة الله അൽഹംദുലില്ലാ. ഷുഐബ് ബിൻ ഉമർ സൂറത്തുൽ ഹുജറാത്ത് ഓതി നിങ്ങൾ. അൽഹംദുലില്ലാ, നിങ്ങളുടെ സൗത്ത് ശബ്ദം നല്ല ഉറുദുല ഇങ്ങനെ പറയും, മീട്ടി ആവാസ് ഹെ, നല്ല ഇനിമയാണ് ശബ്ദം. പക്ഷേ ഹുറൂഫിൻ്റെ മഖ്റജ് അത് നന്നായിക്കണം. ഓരോരോ അക്ഷരൻ്റെ ഒരു മഖ്റജുണ്ട്. ഉദാഹരണം ലാദിൻ്റെ മഖ്റജ് അത് നന്നായിട്ട് ശരിയാക്കണം. ജഹരി ബഅദിക്കും, ലാദിൻ്റെ മഖ്റജ് എവിടെയാണ് അറിയോ? വായൻ്റെ ബാക്കിൽ മറ്റേ പല്ലിൻ്റെ ബാക്കിലുള്ള പല്ലിൻ്റെ ബാക്കിൽ എത്ര പല്ലുണ്ട്? അത് ഏത് പല്ലാണ്? അല്ല, മുന്നിത്തെ പല്ലിൻ്റെ ബാക്കിലുള്ള മുമ്പുണ്ട് അവിടെ ഇല്ലാണ്. ലാദിൻ്റെ മഖ്റജ് അവിടെ താല്ലുക്കില്ല. ഉസ്കാബി കോയി താല്ലുക്ക് നഹി ഹെ. ലാദിൻ്റെ മഖ്റജ് എവിടെയാണ് അത് നന്നായിട്ട് അറിയണം. ലാസ്റ്റ് പല്ലുണ്ടല്ലോ, ലാസ്റ്റ് എന്താ പറയും? തമിഴിലെ കടവാപ്പല്ല് പറയും, ദാട് ഉറുദുവിൽ പറയും. അവിടെ ഈ നാക്ക് അവിടെ വെച്ച് പറയണം. നാക്കിൻ്റെ ഈ സൈഡ് ഓരമുണ്ടല്ല അത് വെക്കണം. മഖ്റജാണ് അസൽ. ഖറാത്ത് അങ്ങനെ നന്നായിട്ട് ഒരു അറബി കുട്ടി ഓതില്ല, അതുപോലെ ഉണ്ട്. അൽഹംദുലില്ലാ, നല്ല ശബ്ദമാണ്. ഖുർആൻ കേൾക്ക ரொம்ப बहुत मज़ा है. अल्हम्दुलिल्लाह, तजवीद का कायदा पढ़ना है. अल्हम्दुलिल्लाह. അതുപോലെ തഫ്ഖീം തർക്കീഖ് അതിന് നന്നായിട്ട് പഠിക്കണം. മിൻ അംറില്ലാ പറയാ, മിൻ അംറില്ലാ. മീമ് പറയുമ്പോൾ അവിടെ കൽക്കല ഉണ്ടാകக்கூடாது. അവിടെ കൽക്കല ഇല്ല, അവിടെ കൽക്കല ഇല്ല. കൽക്കലാൻ്റെ കായിക അറിയണം. കൽക്കലാൻ്റെ ഹുറൂഫ് എത്രയാണ്? ഖുതുബ് ജദ്. കൽക്കലാൻ്റെ ആ 5 ഹർഫിൽ മാത്രം കൽക്കല ഉണ്ടാകണം. അത് മറ്റ് ഏത് ഹർഫിലും കൽക്കല ഇല്ല. അത് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നിങ്ങൾക്ക് നല്ല തറക്കി അതാ ഫർമായ. ബാറക്കല്ലാഹു ഫീ ഖിറാഅത്തിക്കും വതിലാവത്തിക്കും. ഷുഐബ് ശബ്ദം നല്ല ശബ്ദമാണ്, ശൈലിയും നല്ല ശൈലിയാണ്, ആകർഷണീയമായ ശൈലിയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സിഫത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണത്തിന് ശൈത്വാനി എന്ന് പറയുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ, ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുമായിട്ട് ബന്ധപ്പെടരുത്. ത്വ അങ്ങനെ ആവരുത്. ചുണ്ട് മുന്നിലേക്ക് കൂടി പോകരുത്. അത് താവും വാവും കൂടി ചേർന്നിട്ടുള്ള ത്വ അങ്ങനെയായി പോകും. ത്വാവും ചുണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചുണ്ടില്ലാത്ത ആൾക്കും ത്വായിനെ ശരിയായിട്ട് ഉച്ചരിക്കാൻ പറ്റും. ത്വാ ഉച്ചരിക്കുന്നത് തായിൽ നിന്നും വ്യത്യസ്തമായിട്ട് ത്വാ ഉണ്ടാവുന്നത് നാവിൻ്റെ അഖുസ അത് ഉയരുമ്പോഴാണ്. നാവിൻ്റെ അങ്ങേയറ്റം അത് അണ്ണാക്കിലേക്ക് ഉയരുമ്പോഴാണ് ത്വാ ആയി മാറുന്നത്. അപ്പോൾ സ്വാദ് ത്വാ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ട് കൂടി പോകരുത്. അപ്പോൾ താവും വാവുമായി മാറും. അത് ശ്രദ്ധിക്കുക. അശ്ശൈത്വാനി 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 അങ്ങനെ ആവരുത്. അശ്ശൈത്വാനി അങ്ങനെ ആവാൻ ശ്രദ്ധിക്കുക. അതുപോലെ താ ഉച്ചരിക്കുമ്പോൾ, അതുപോലെ തന്നെ കാഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ കാറ്റ് അത് കൂടി പോകരുത്. ഇഖ്തലു നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ത അങ്ങനെ ആവരുത്. ഇഖ്ത അങ്ങനെ മതി. അത് വഖഫാണെങ്കിലും കുറഞ്ഞ കാറ്റ് മതി. അത് ആ അക്ഷരത്തിന് സുക്കൂനാവുമ്പോഴാണെങ്കിലും ഹർക്കത്താവുമ്പോഴാണെങ്കിലും പദത്തിൻ്റെ ഇടയിലാണെങ്കിലും ഒടുവിലാണെങ്കിലും വഖഫിലും വസ്ലിലും ഒക്കെ അത് കൂടുതൽ കാറ്റില്ലാതെ താവും കാഫും ശ്രദ്ധിക്കുക.
മഖ്റജ് ഇറങ്ങിപ്പോവരുത്. അത്സ് ഇങ്ങനെ കൂടുതൽ കാറ്റ് ഉണ്ടാവരുത്. കാഫും അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. മിൻ ഖൗമിൻ അസ, മിൻ ഖൗമിൻ അസ, ഖൗമിൻ അസ. ആ നൂന്, തൻവീൻ്റെ നൂന് അത് ഹർക്കത്ത് പോലെ അതല്ലെങ്കിൽ കൽക്കലത്ത് പോലെ ആയി പോവരുത്. ഖൗമിൻ അവിടെ ഇൽഹാറുണ്ട്, പക്ഷേ അത് കൽക്കലത്താവരുത്. അതല്ലെങ്കിൽ ഹർക്കത്ത് പോലെ ഖൗമിൻ അസ അങ്ങനെ ആവരുത്. ഖൗമിൻ അസ അങ്ങനെ ആവുക. അതുപോലെ തന്നെ ഫൗഖ സൗത്തി എന്ന് പറയുമ്പോൾ സൗത്ത് ത്വാ അല്ല, ശ്രദ്ധിക്കുക, സൗത്താണ്. നല്ല ശബ്ദമാണ്, അതുകൊണ്ട് സൗത്ത് ആ ഉച്ചാരണവും അത് ശരിയാക്കാം, ശ്രദ്ധിക്കുക. സൗത്തോ എന്ന് പറഞ്ഞ വേറെ പദമുണ്ട്, അത് സീനും തോവും, സൗത്തോ. ഇത് സൗത്ത്, ആ ത്വാ ആയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖിറാഅത്ത് ഇനിയും മെച്ചപ്പെടുത്തി നല്ല ഖിറാഅത്തിന്, സഹീഹായ ഖിറാഅത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ഷുഐബ് ബിൻ ഉമർ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും വഅഫു അന്നാ വഅൻകും. സംഗീതാത്മകമായ ആസ്വാദനമുള്ള ശ്രുതിമധുരമായ പാരായണം. പരിശുദ്ധ ഖുർആൻ ഈ വിധം പാരായണം ചെയ്താൽ ഷുഐബിൻ്റെ ഈ പാരായണമൊക്കെ കേട്ട് ആസ്വദിച്ച് എല്ലാവർക്കും ഇരിക്കുക. അത്രയും മനോഹരമായി. പരിശുദ്ധ ഖുർആന് നമ്മുടെ ശബ്ദം ഉള്ളത് നല്ല സ്വരം പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം ശബ്ദം മനോഹരമാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതുകൂടി ഒരു പാരായണക്കാരൻ പരിശീലിക്കണം. സയ്യിനു അസ്വാത്തക്കും ബിൽ ഖുർആൻ. അപ്പോൾ ഷുഐബിൻ്റെ ഈ ശ്രുതി മധുരം അത് പ്രയോജനപ്പെടുത്താൻ ഏറ്റവും നല്ല മേഖല സംഗീതാത്മകമായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള ഈ പരിശീലനം. ഈ നല്ല പ്രായത്തിൽ ഈ ഒരു ഉദ്യമത്തിലേക്കുള്ള മുന്നേറ്റം തീർച്ചയായും പ്രോത്സാഹജനകമാണ്. അല്ലാഹു തആല അവൻ്റെ സംപ്രീതിയിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോ. അബ്ദുള്ള തിരൂർക്കാടാണ് അൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പ് ഖുർആൻ ടാലന്റ് ഷോയിൽ നമ്മുടെ മുമ്പിലെത്തുന്ന അടുത്ത കണ്ടസ്റ്റന്റ്. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله
ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العلي العظيم. شيبا شبانا وفتيانا شيبا شبانا وفتيانا അൽഹംദുലില്ലാ നല്ല വളരെ നന്നായിട്ട് പാരായണം ചെയ്ത് അള്ളാഹ് നിങ്ങൾക്ക് നല്ല ശബ്ദം കൊടുത്ത് ഭദ്രമായിട്ട് ശബ്ദം അറബീൻ്റെ ലഹജാല ഓതി തജ്വീദിൻ്റെ കായിദ കുറച്ച് ശ്രദ്ധിക്കണം. റാ അവിടെ തക്രാറിൻ്റെ സിഫത്തുണ്ട്. റാ അവിടെ തക്രാറ് അർദ 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 അങ്ങനെ പറയാൻ പറ്റില്ല. അർദ അർ അവിടെ തക്രാറിൻ്റെ സിഫത്ത് വെളിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സാഅത്ത് ഇന്നഹ സാഅത്ത് അവിടെ ഇമാല സൂറ കുറച്ച് ഇമാല അത് ഉണ്ടായിട്ട് സാഅത്ത് നേരായിട്ട് ഓതണം. സാഅത്ത് അത് നമ്മുടെ കായിക അല്ല. നമ്മുടെ ഇമാമിൻ്റെ പേരെന്താ നിങ്ങൾ ഓതില്ല? ആ റിവായത്ത് ആരുടെ റിവായത്താണോ? നമ്മുടെ ഇമാമ് ആസിം റഹ്മത്തുള്ളാഹി അലൈഹി ഖിറാത്താണ്. റിവായത്ത് ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി ഉൻകാ റിവായത്ത് ഹൈ. അതറിയണം. പിന്നെ ഇവിടെ ഒരു തെറ്റ്, വലിയ തെറ്റാണ്. എന്താ യുദാഅഫു ലഹുൽ അദാബ്, അത് ഓതിക്കാട്ടെ. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. ഫീഹി ഇപ്പോൾ പറഞ്ഞു മുമ്പ് ഫീഹി കുറച്ചവിടെ. ഈ ഹാൻ്റെ പേരെന്താണ്? ഫീഹി ഉണ്ടല്ലോ എവിടെ? ഈ ഹാൻ്റെ പേരെന്താ? ഈ ഹാൻ്റെ പേര് ഹ ഉസ്സില എന്ന് പറയും. ഹ ഉസ്സില. ഇവിടെ മാത്രം
ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി സില ചെയ്ത് ഫി ഹീ സില. വേറെങ്കോ അവിടെ ഇല്ല. വേറെ ഇമാമുണ്ട് ഇബ്നു കസീർ എല്ലാ സ്ഥലങ്ങളിലും ഫി ഹി ഹാ എവിടെ ഉണ്ടോ ഹി ഹു അവിടെ മദ്യസിഞ്ച് പറഞ്ഞു. നമ്മുടെ ഇമാം ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ സ്ഥലത്തിന് മാത്രം വയഖ്ലുദു ഫീ ഹി മുഹാന നന്നായിട്ട് അവിടെ മദ്യസിഞ്ച് ഓതണം. അതുപോലെ തന്നെ വഉംയാന അവിടെ മീമ് അവിടെ ഉംയാന ഉമു അവിടെ ലമ്മിൻ്റെ കുറച്ചവിടെ ശബ്ദമുണ്ട്, അത് കുറച്ച് ചെയ്യണം. അതുപോലെ തന്നെ വജഅൽന ലിൽ മുത്തഖീന വജഅൽന ജീമ് അവിടെ കൽക്കലാൻ്റെ കായ്ത ഉണ്ട്. ആ കൽക്കല ശരിയാക്കിയിട്ട് പറക്കണം. അവിടെ കൂടുതലായി വജഅൽന ജീമിയുടെ ലമ്മു പോലെ ഉണ്ടായി. അത് അൽഹംദുലില്ലാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല ശബ്ദം കൊടുത്ത് ബറക്കല്ലാഹു ഫീ ഖിറാഅത്തിക്കും വ തിലാവത്തിക്കും. അബ്ദുള്ളയുടെ ഖിറാഅത്ത് ശബ്ദവും ശൈലിയൊക്കെ ഏറെക്കുറെ നന്നായിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടുമുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ, സിഫത്തുകളും മഖ്റജുകളും അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖാതബഹുമുൽ ജാഹിലൂൻ, ഖാ ഉച്ചരിക്കുമ്പോൾ മഖ്റജ് ശരിയാവുന്നതോടുകൂടി അതിൻ്റെ സിഫത്തും കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. ഖ എന്ന് ഉച്ചരിച്ചാൽ അതിൻ്റെ മഖ്റജ് ശരിയായി, പക്ഷേ അതിനുള്ള ഇസ്തിഅല അതുണ്ടായിട്ടില്ല. അപ്പോൾ ഹ എന്ന് തന്നെ പറയണം. ഹ ഖ ഈ അക്ഷരങ്ങളൊക്കെ ഇസ്തിഅലിൻ്റെ 7 ഹർഫുകളും അതിൻ്റെ മഖ്റജ് ശരിയാവുന്നതോടുകൂടി സിഫത്തും കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. ഖ ഖ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മഖ്റജ് ശരിയായിട്ടുള്ളൂ, അതിനോട് കൂടെയുള്ള സിഫത്ത് ഉണ്ടായിട്ടില്ല. ആ ഇസ്തിലാഹിൻ്റെ ഹർഫുകൾക്ക് ആ ഇസ്തിലാഹ് കൂടുതലുണ്ടാവുക ഫതഹിന് ശേഷം അലിഫും കൂടി വരുമ്പോഴാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഹ അലിഫും കൂടി വരുമ്പോൾ കൂടുതലുണ്ടാവണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഖാലിദീന അതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. റഹ്മാൻ റാഇൻ്റെ തക്രീർ നേരത്തെ സൂചിപ്പിച്ചു, അത് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മഖ്റജിൽ നാവ് ഒന്ന് അമർത്തി വെക്കുക, നാവ് പടക്കാൻ സമ്മതിക്കാതെ നാവിനെ അതിൻ്റെ മഖ്റജിലൊന്ന് അമർത്തി വെക്കുക. അതാണ് ആ തക്രീർ കൂടി പോവാതിരിക്കാനുള്ള മാർഗം, അത് ശ്രദ്ധിക്കുക. അസ്സൂർ വഖഫ് ചെയ്യുമ്പോൾ റാഇനിക്ക് തഫ്രീം ഉണ്ടായിരിക്കണം. തഫ്രീമിൻ്റെ സ്ഥലമാണ് അത്. വഖഫിലാണെങ്കിലും അവിടെ തഫ്രീം തന്നെ അസ്സൂർ ആവരുത്, അസ്സൂർ തഫ്രീമോട് കൂടി തന്നെ ആയിരിക്കാം. ദുർരിയാത്തിന എന്ന് ഓതുമ്പോൾ റാഇനിക്ക് കെസ്ർ വരുമ്പോൾ അത് ശബ്ദമുണ്ടെങ്കിലും കെസ്റാണെങ്കിൽ തെർക്കീഖാണ്. പക്ഷെ തെർക്കീഖാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഖ്റജ് മാറിപ്പോവരുത് എന്നുള്ളതാണ്. റാ എന്ന് ഉച്ചരിക്കുമ്പോഴും രി എന്ന് ഉച്ചരിക്കുമ്പോഴും മഖ്റജ് മാറിപ്പോവരുത്. റാ എന്ന് ഉച്ചരിക്കുന്ന അതേ പോയിന്റിൽ നാവ് വെച്ചിട്ട് തന്നെ ആയിരിക്കണം. അതിനിക്ക് തെർക്കീഖ് കെസ്റാണെങ്കിലും സുക്കൂനിൽ തെർക്കീഖ് വരുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും ഒക്കെ റാഇൻ്റെ മഖ്റജ് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാ. ഇനിയും കായികകൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കായികകളും അതുപോലെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഓതുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ അതിൻ്റെ മഖ്റജും സിഫത്തും എല്ലാം പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഇനിയും ശൈലിയും ശബ്ദമൊക്കെ നന്നാക്കി ഖിറാഅത്ത് മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അബ്ദുല്ലാഹ് ഫതഹല്ലാഹു അലൈക് അബ്ദുല്ലാഹിൽ മുഖ്രി. ഇൻഷാ അല്ലാഹ് വലിയ ഭാവി, നല്ലപോലെ പഠിക്കുക, പരിശീലിക്കുക, പ്രശാന്തമായ പാരായണം. ഈ ഖുർആൻ പാരായണമൊക്കെ ഇന്നത്തെ എല്ലാവരുടെ പാരായണവും കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയത്, വിശുദ്ധ ഖുർആൻ പാരായണം ഓതുന്ന ആരായാലും അതിൻ്റെ നിയമങ്ങളും മര്യാദകളും പരിപാലിക്കുന്ന സദസ്സ് ഒരു വർണ്ണശബളമായ പൂങ്കാവനം പോലെയാണ് ആസ്വാദകന്. ഒരു പൂവ് മറ്റൊരു പൂവിനേക്കാൾ ഭംഗിയാർന്നത് എന്ന് പറയാൻ പറ്റില്ല, ആപേക്ഷികമാണ്. റോസാപുഷ്പത്തിന് അതിൻ്റെ സൗകുമാര്യതയുണ്ടായിരിക്കും, ഓരോ ചെടിക്കും അതിൻ്റെ ഭംഗി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ മിടുക്കന്മാരായ ഓരോരുത്തരും അവർക്ക് അള്ളാഹു നൽകിയ സർഗശക്തിയാണ് ശബ്ദ മധുരിമ. ഇപ്പോൾ അബ്ദുള്ള ഉദാഹരണം പാട്ട് പാടുവോ മലയാളത്തിൽ? പരിശുദ്ധ ഖുർആൻ കൊണ്ട് ആസ്വാദകരെ സന്തോഷിപ്പിക്കുന്നവർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുപോലുള്ള മഹാത്മാക്കളെയൊക്കെ വർണ്ണിച്ച് മനോഹരമായി പാട്ട് പാടും. ഒരു 2 വരി ഞങ്ങളെ ആസ്വദിപ്പിക്കാൻ പറ്റും അബ്ദുള്ളക്ക്? ഏതെങ്കിലും സന്തോഷമുള്ള വരി?
മണിമക്കത്തണയുവാൻ കൊതിയേറി എൻ്റെ മദനപ്പൂ വിരിയുവാൻ വിധി തേടി കഅബത്തവാഫിനും മനമോദി മുത്തുമണി ത്വഹറൗദക്കും വിധി തേടി. അതെ, മക്കയും മദീനയും ഒക്കെ കീഴടക്കാനുള്ള ഈ മോഹം പരിശുദ്ധ ഖുർആൻ എല്ലാറ്റിനും പരിഹാരമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ വിജയത്തിനും നിമിത്തമായി പരിശുദ്ധ ഖുർആനിനെ പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിന്റെ വചനധാരകളിലൂടെ മറ്റൊരു തീർത്ഥാടനവുമായി ആവേശകരമായ മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ ലഹും ദറജാത്ത്. 603 പേജുകളുള്ള വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ പാരായണം ചെയ്യുവാൻ പഠിക്കുവാൻ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മാത്രം മതിയാവും. وذكر فإن الذكرى تنفع المؤمنين. وقعودا وعلى جنوبهم ويتفكرون. قد أنزل ربي القرآن نورا للناس وتبيانا نحيا بهداه وشرعته شيبا شبانا وفتيانا. هو زاد الروح وبهجتها ورفيق الدرب مدى الزمن.